ഒരുമിച്ച് പ്രാർത്ഥിക്കുക. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ശംസിഹയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഹല്ലേലൂയ. ശാന്തമായിട്ടിരിക്കാം. പ്രിയപ്പെട്ട ഈശോ നമുക്കിപ്പോൾ നൽകുന്ന ഒരു വചനം, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഈശോ തരുന്ന ഒരു വലിയ ഉറപ്പാണ്, എല്ലാവർക്കും വേണ്ടിയുള്ള ഉറപ്പാണ്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 18-ാമത്തെ വചനത്തിൻ്റെ വലിയ വാഗ്ദാനമാണ്. ആ വചനം ഈശോ ഇങ്ങനെ ആവർത്തിച്ച് ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ പറയുന്നുണ്ട്, മന്ത്രിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒറ്റയ്ക്ക് വിടുകയില്ല, ഞാൻ നിൻ്റെ അടുത്തേക്ക് വരും. ഈ സ്വരം നമ്മൾ ആത്മാവിൽ സ്വീകരിച്ചാൽ നമുക്ക് അസാധാരണമായൊരു ബലം കിട്ടും, കരുത്ത് കിട്ടും. അപ്പസ്വലന്മാർ ഈശോ മിശിഹായുടെ വേർപാടിൽ വേദനിച്ച് നിൽക്കുന്ന, ഈശോ തങ്ങളെ പിരിഞ്ഞു പോകുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് കിട്ടിയ സമയത്ത്, വിങ്ങി നിൽക്കുന്ന സമയത്ത് ഈശോ പറഞ്ഞ വാക്കാണ്. അതുപോലെ ജീവിതത്തിൽ ചില ഘട്ടങ്ങളിൽ നമ്മൾ അല്ലാതെ തനിച്ചായി പോകുന്ന, വിങ്ങിപ്പോകുന്ന സമയങ്ങളുണ്ട്. അപ്പോഴെല്ലാം ഈ വാക്ക് ഓർക്കണം. എല്ലാവരും വിട്ടേച്ചു പോയാലും, എല്ലാവരും ഉപേക്ഷിച്ചാലും, ഉപേക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ആ കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു, ആ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു, ആ കർത്താവിൽ ഞാൻ എൻ്റെ നങ്കൂരം ഇടുന്നു, പ്രത്യാശ ഉറപ്പിക്കുന്നു. ആ പ്രത്യാശ എന്നെ നിരാശനാക്കുന്നില്ല. ആ പ്രത്യാശ മാത്രമാണ് എനിക്ക് നിലനിൽപ്പിൻ്റെ ആധാരം. ഈ നിമിഷങ്ങളിൽ പ്രിയപ്പെട്ടവരെ, ആ മഹത്വമുള്ള പ്രത്യാശയിൽ നമ്മുടെ ഓരോരുത്തരുടെ ആത്മാവ് സജീവമാകാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈശോ വ്യക്തമായിട്ട് മത്തായിയുടെ സുവിശേഷം അവസാനത്തെ വാക്യം എന്താണെന്ന് എല്ലാവർക്കും തന്നെ അറിയാം. യുഗാന്തം വരെ എന്നും, ഓരോ വാക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. യുഗാന്തം വരെ എന്നും എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. എന്നും കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് പറയാൻ കെൽപ്പുള്ള ആരും ഈ ലോകത്തിൽ ഇല്ല. അങ്ങേയറ്റം സ്നേഹമുള്ള ജീവിത പങ്കാളിക്ക് പറയാൻ പറ്റുന്നത്, എൻ്റെ ശ്വാസം ഉള്ളിടത്തോളം കാലം ഞാൻ നിന്നെ നന്നായി നോക്കിക്കൊള്ളാം. അയാളുടെ ശ്വാസം എപ്പോഴാണ് പോകുന്നതെന്ന് നമുക്കൊരു നിശ്ചയമില്ല. നമ്മുടെ ശ്വാസത്തിൻ്റെ ഗതിയും അങ്ങനെ തന്നെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ ആരോടും നമുക്ക് ഉറപ്പുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കാനുള്ള കഴിവ്, ഹ്യൂമൻ പരിമിതി ഉള്ളതുകൊണ്ടില്ല. അവിടെയാണ് ദൈവം നമുക്ക് ഉറപ്പ് തന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും അവൻ കരുതലായി കൂടെ ഉണ്ടാകും. ഈ ഒരു വചനത്തെ സജീവമാക്കിയാൽ നമുക്ക് പ്രത്യാശ നിർഭരമായി ജീവിക്കാൻ എപ്പോഴും പറ്റും. എന്ത് പ്രയാസം വരുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം, വിശ്വസിക്കണം, കർത്താവുണ്ട് താങ്ങാൻ, കർത്താവുണ്ട് സംരക്ഷിക്കാൻ. മരണമെന്ന അവസാന ശത്രു കർത്താവായ യേശുവിന് മുമ്പിൽ പരാജയപ്പെട്ടതുകൊണ്ട് മരണത്തിനപ്പുറം പുഞ്ചിരിയോടെ കാത്തു നിൽക്കുന്ന ഒരു കർത്താവിനെ കാണാൻ പറ്റിയാൽ, പ്രിയപ്പെട്ട ഈ വചനത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ ബൈബിളുണ്ടെങ്കിൽ അപ്പസ്തോല പ്രവർത്തനത്തിൽ എങ്ങനെ മരണത്തെ നേരിടണമെന്ന് പഠിപ്പിച്ച ആദ്യത്തെ രക്തസാക്ഷി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അത് എസ്തഫാനോസാണ്. 7-ാം അധ്യായം 54 മുതലുള്ള തിരുവചനങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, കർത്താവ് ഈ വാഗ്ദാനത്തിൽ കൃത്യമായി തൻ്റെ വാക്ക് പാലിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാകുന്ന ഉറപ്പുള്ള വചനമാണത്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഈ ഭൂമിയിൽ മാത്രമല്ല, അത് ഈ ഭൂമിക്കപ്പുറവും അതങ്ങനെ തന്നെ. അങ്ങനെയെങ്കിൽ എന്തിനാണ് ഇത്ര പരിഭ്രമം? ആ ദൈവം കൂട്ടിനുള്ള ഒരു ജനത, ആ ദൈവത്തെ പരിപൂർണമായിട്ട് ആത്മീയ അവകാശമായിട്ട് കിട്ടിയ ഒരു സമൂഹം, പ്രിയപ്പെട്ടവരെ, ഡിപ്രഷനിലേക്ക് കൂപ്പുകുത്തി പോകാൻ പാടില്ല, തളർന്ന അവശരാകാൻ പാടില്ല. എഴുന്നേറ്റ് വരണം. കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വരണം. കർത്താവിൽ പ്രത്യാശിക്കുന്നു എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വരണം. കർത്താവായ യേശു എനിക്ക് വേണ്ടി നിൽക്കുമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വരണം.
ആ ദൈവസാന്നിധ്യം പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി എപ്പോഴും കാത്തിരിക്കുന്ന കർത്താവിനെ കാണാൻ പറ്റിയാൽ ലോകത്തിന് ഒന്നിനും, ഒരു കാറ്റിനും കൊടുങ്കാറ്റിനും, ഒരു പ്രശ്നത്തിനും പ്രതിസന്ധികൾക്കും, ഒരു പ്രകോപനത്തിനും, ഒരു തിരസ്കരണത്തിനും നമ്മൾ ഉപേക്ഷിക്കാൻ, നമ്മളെ എന്നേക്കുമായിട്ട് നശിപ്പിക്കാൻ പറ്റത്തില്ല.